ഹലോ നമസ്കാരം നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചാംസ് കാണുന്നതാണ് ഇൻറ്റ്യൂട്ടീവ്ലി. ഇതിൽ നിന്ന് ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് 1ലാണ് വരിക. അപ്പോൾ ഗ്രൂപ്പ് 1ലുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ഓക്കെ, വളരെ പെട്ടെന്നാണ് നമുക്ക് കിട്ടിയത്. യെസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യു ഹാവ് ഓൾ ദ ടൂൾസ് ടു മാനിഫെസ്റ്റ് ദിസ്. ഓക്കെ, അതാണ് ഓരോ യെസ് ഓർ നോ ഡെക്കിലും, ഈ ഒരു ഡെക്കിൽ ഓരോ യെസ് ഓർ നോനും കീഴിൽ ഒരു ഗൈഡൻസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡെക്കാണ്. അപ്പോൾ ഈ ഒരു ഡെക്ക് ഉപയോഗിച്ചിട്ടുള്ള യെസ് ഓർ നോ ഗൈഡൻസ് നിങ്ങൾക്ക് വേറൊരു ചാനലിലും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ യെസ് ആണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് പറയാണ് യു ഹാവ് ഓൾ ദ ടൂൾസ് ടു മാനിഫെസ്റ്റ് ദിസ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക്, നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ സ്കിൽസ്, ഓക്കെ, എല്ലാ ടൂൾസും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അത് ഉപയോഗിച്ചാൽ മാത്രം മതി. വളരെ ആത്മവിശ്വാസത്തോടെ അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ഈ ഒരു കാര്യത്തിനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് 2ലാണ് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2നുള്ള യെസ് ഓർ നോ ഗൈഡൻസ് എഗെയിൻ നമുക്ക് യെസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാർഡ് എനിക്ക് ഈ ഒരു ഡെക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാർഡാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ, അല്ലേ? ഒരു ഫുൾ ബൗണ്ട് ഹാർവെസ്റ്റ് സീസൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയണേ? അബണ്ടൻസ് ആൻഡ് ഗ്രോത്ത് ആർ അൺഫോൾഡിങ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണോ, ഡെഫിനറ്റ്ലി അത് യെസ് ആൻസർ ആണ് യൂണിവേഴ്സ് നൽകുന്നത്. കാരണം അതിലൂടെ ഒരുപാട് അബണ്ടൻസും ഒരുപാട് ഗ്രോത്തും നിങ്ങളിലേക്ക് എത്തുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഫുൾ എന്താ പറയണ്ടേ, 100% ഒരു ബിഗ് യെസ് ആണ് യൂണിവേഴ്സ് തരുന്നത്. ധൈര്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്താണോ അതുമായി മുന്നോട്ട് പോകുക. അവിടെ ഒരു സംശയം, ഒരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.